നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. കോഴിമുട്ടയ്ക്ക് നല്ല മുട്ടൻ വില. ശബരിമല സീസണിലും റെക്കോർഡ് വില. ശബരിമല സീസൺ ആയതിനാൽ തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ ഡിമാൻഡ് കുറഞ്ഞിട്ടും ചരിത്രത്തിലെ ഏറ്റവും ഉയരത്തിലേക്ക് കുതിച്ചുയർന്നു കോഴിമുട്ട വില. രാജ്യത്തെ ഏറ്റവും പ്രധാന മുട്ട കയറ്റുമതി കേന്ദ്രമായ തമിഴ്നാട് നാമക്കല്ലിലെ ഉൽപ്പാദന ഫാമുകളിൽ ഒരു കോഴിമുട്ടയ്ക്ക് വില 6 രൂപ 5 പൈസയായി ഉയർന്നു. ഇത് റെക്കോർഡാണ്. 2024 ഡിസംബർ 9 5 രൂപ 90 പൈസ എന്ന റെക്കോർഡ് ഇനി പഴങ്കഥ. നവംബറിൻ്റെ ആദ്യ ദിവസങ്ങളിൽ 5 രൂപ 40 പൈസയായിരുന്ന വിലയാണ് പിന്നീട് ഓരോ ദിവസവും മുന്നേറി 6 രൂപ ഭേദിച്ചത്. ഏതാണ്ട് എല്ലാ ദിവസവും 5 പൈസ വീതമാണ് കൂടിയത്. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനം മുട്ട ഉൽപ്പാദനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലേക്കും വിദേശത്തേക്കുമുള്ള കയറ്റുമതി വർദ്ധിക്കുകയും ചെയ്തത് വില കൂടാനിടയാക്കുന്നു. ശബരിമല സീസണിൽ പൊതുവെ ഡിമാൻഡ് താഴുകയും വില കുറയുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണെന്ന്. പല സംസ്ഥാനങ്ങളിലും മികച്ച ഡിമാൻഡ് ഉള്ളതിനാൽ തണുപ്പ് കാലം അവസാനിക്കും വരെ വില ഉയർന്നു നിൽക്കാനാണ് സാധ്യതയെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി. വരും ദിവസങ്ങളിലും വില കൂടാനാണ് സാധ്യത. ദേശീയ എഗ് കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ വിലയിരുത്തൽ പ്രകാരം ദേശീയ തലത്തിൽ തന്നെ മുട്ട ഉൽപ്പാദനം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അതേസമയം ഗൾഫിലേക്കും മറ്റുമുള്ള കയറ്റുമതി ഉയരുകയും ചെയ്തു. പ്രതിദിനം 60 മുതൽ 80 ലക്ഷം മുട്ടകൾ വരെയാണ് ഗൾഫിലേക്ക് പറക്കുന്നതെന്ന് കർണാടകയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കേരളത്തിൽ മുട്ടയുടെ ചില്ലറ വില ശരാശരി 7 രൂപ 50 പൈസ കടന്നു. കർണാടകയിലെ മംഗളൂരുവിൽ ചില്ലറ വില 8 രൂപയ്ക്കും മൊത്തവില 7 രൂപ 50 പൈസയ്ക്കും മുകളിലാണ്. കഴിഞ്ഞയാഴ്ച 6 രൂപ 70 പൈസയായിരുന്നു മൊത്തവില. കഴിഞ്ഞ മെയ്യിൽ 5 രൂപയ്ക്കും താഴെയായിരുന്നു ചിലയിടങ്ങളിൽ. സ്കൂളുകൾ, അങ്കണവാടികൾ എന്നിവിടങ്ങളിൽ നിന്ന് മുട്ടയ്ക്ക് വലിയ ഡിമാൻഡ് കിട്ടുന്നതും വിലയെ മേലോട്ട് നയിക്കുന്നു. മഹാരാഷ്ട്രയിൽ തക്കാളി വില കത്തി നിൽക്കുന്നതിനിടെ മുട്ട വിലയും കൂടിയത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് പുറമെ റെസ്റ്റോറൻറ്റുകൾ, തട്ടുകടകൾ തുടങ്ങിയവയ്ക്കും തിരിച്ചടിയായി. തക്കാളി സെഞ്ചുറി ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. മഴക്കെടുതി മൂലം വിളവ് നശിച്ചതാണ് തിരിച്ചടി. മുട്ടയ്ക്ക് ചില്ലറ വില 8 രൂപ കടന്നു. ചിലയിടങ്ങളിൽ പക്ഷിപ്പനി പേടി മൂലം ഉൽപ്പാദനം കുറഞ്ഞതും വില കൂടാനൊരു കാരണമാണെന്ന് മഹാരാഷ്ട്ര മൃഗസംരക്ഷണ വകുപ്പ് പ്രതികരിച്ചു. ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും കർഷകർ രോഗബാധയുള്ള പക്ഷികൾക്ക് ബദൽ ഉറപ്പാക്കാത്തതും ഉൽപ്പാദനത്തെ ബാധിച്ചെന്ന് വകുപ്പ് അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ 6 രൂപ 10 പൈസ മുതൽ 6 രൂപ 30 പൈസയായിരുന്നു മൊത്തവില. ഇത്തവണ 7 രൂപ 10 പൈസയിലെത്തി. അപ്പോൾ മുട്ട വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.